ഹായ് കൂട്ടുകാരെ, ആൻഡ്രോ ക്രിയേഷൻസിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂട്ടുകാരെ, ഇന്ന് നമ്മൾ വാട്ടർ കണ്ടന്റുമായി ബന്ധപ്പെട്ടുള്ള, അതായത് വാട്ടർ ഡാമേജുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ ആണ് നിങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവന്നിട്ടുള്ളത്. വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണുക. അതുപോലെ തന്നെ ഇതുപോലുള്ള മൊബൈൽ സംബന്ധമായിട്ടുള്ള ടെക്നോളജി വീഡിയോസുകൾ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടുകാരെ, വാട്ടർ ഡാമേജ് വരികയാണ്. നിങ്ങളുടെ ഫോണിൽ ഏതെങ്കിലും കാരണവശാൽ മഴ നനയുകയോ വെള്ളം നനയുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും കാരണവശാൽ വാട്ടർ ലിക്വിഡ് സംബന്ധമായ എന്തെങ്കിലും പ്രോബ്ലംസുകൾ നിങ്ങളുടെ ഫോണിൽ വരികയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടതും ചെയ്തുകൂടാത്തതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ്. കാരണം നമ്മുടെ കൂടുതലും ഫോണുകൾ കംപ്ലൈൻറ്റ് വരുന്നത് വാട്ടർ ഡാമേജുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അതായത് നമ്മുടെ ഫോൺ മഴ നനഞ്ഞാൽ പലരും അത് സൂക്ഷിക്കുന്നില്ല, അത് പ്രോപ്പറായിട്ട് സർവീസ് ചെയ്തെടുക്കുന്നില്ല. മഴ നനയുകയും വെള്ളം നനയുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഫോൺ ഓണാവുന്നുണ്ടെങ്കിൽ അവർ അത് ഓണാക്കി ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. പലപ്പോഴും നമ്മുടെ ഫോൺ ഏതെങ്കിലും കാരണവശാൽ കംപ്ലൈൻ്റ് ആയിട്ട് ഷോപ്പിൽ കൊടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ ടെക്നീഷ്യൻ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോഴത്തേക്കായിരിക്കും വാട്ടർ കണ്ടൻറ്റ് അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ വാട്ടർ ഡാമേജ് ആണ് ഫോണിൻ്റെ പ്രോബ്ലംസ് എന്ന് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫോണ് വെള്ളം നനഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. ഒന്നാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, ഫോൺ ഓണാകുന്നുണ്ട്, മഴ നനഞ്ഞു അല്ലെങ്കിൽ വെള്ളം നനഞ്ഞു, ഫോൺ ഓണാകുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വയ്ക്കുക. കാരണം ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുക, അത് മെയിനായിട്ട് നിങ്ങൾ മനസ്സിലാക്കാം. ഫോൺ അപ്പോൾ തന്നെ വെള്ളം അകത്ത് കയറിയെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപ്പോൾ തന്നെ നിങ്ങൾ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുക. ഒന്നാമത്തെ കാര്യം സ്വിച്ച് ഓഫ് ചെയ്യുക. ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുമ്പോൾ തന്നെ ഇതിൽ പ്രൈമറി ലൈനും സെക്കൻഡറി ലൈനും എന്ന് പറഞ്ഞ കുറച്ച് ലൈൻസുകളുണ്ട്. നമ്മുടെ വോൾട്ടേജ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ. പ്രൈമറി ലൈനിൽ വരുന്ന ഷോട്ടുകൾ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനും അത് വളരെ കുറഞ്ഞ വിലയ്ക്ക് തന്നെ, അല്ലെങ്കിൽ വളരെ ചെറിയ തുകയ്ക്ക് തന്നെ നമുക്ക് എന്തെങ്കിലും ഷോർട്ടോ എന്തെങ്കിലും പ്രോബ്ലംസോ അല്ലെങ്കിൽ എന്തെങ്കിലും കമ്പോണൻസിന് എന്തെങ്കിലും പ്രോബ്ലംസ് വരികയാണെങ്കിൽ നമുക്കത് റെഡിയാക്കി എടുക്കാൻ സാധിക്കും. എന്നാൽ ഫോൺ ഓണാക്കി കഴിഞ്ഞാൽ അത് സെക്കൻഡറി ലൈനിലേക്ക് ആ ഒരു ഷോർട്ട് വ്യാപിക്കുകയും അത് EMMC CPU സംബന്ധമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കംപ്ലൈൻറ്റുകൾ വളരെ നമുക്ക് ചിലപ്പോൾ റിപ്പയർ ചെയ്യാൻ പോലും സാധിക്കാത്ത രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്ക് അത് പോകും. അത് നിങ്ങളുടെ ഫോൺ തന്നെ പിന്നെ ഉപയോഗിക്കുക ഒരു ഡെഡ് ഫോണായിട്ട് ഉപയോഗിക്കേണ്ടതായിട്ട് വരും. ഫോൺ ഓണാക്കാൻ പറ്റാത്ത രീതിയിൽ തന്നെ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ടാണ് ഫോൺ ഓണാക്കരുത്. രണ്ടാമത്തെ കാര്യം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ സിം ട്രേ ഓപ്പൺ ചെയ്ത് സിമ്മും SD കാർഡും ഉണ്ടെങ്കിൽ SD കാർഡും നിങ്ങൾ റിമൂവ് ചെയ്ത് വെളിയിലെടുക്കുക. ഓക്കെ, സിം കാർഡും വെളിയിലെടുക്കണം, SD കാർഡും വെളിയിലെടുക്കാം. കഴിയുന്നത്ര നിങ്ങൾക്ക് അകത്തുനിന്ന് വെള്ളം പുറത്തോട്ട് തട്ടിക്കളയാൻ പറ്റുമെന്നുണ്ടെങ്കിൽ, ഇതിൻ്റെ അകത്ത് വെള്ളം ഉണ്ടെങ്കിൽ ഇതിൻ്റെ അകത്തൂടെയൊക്കെയാണ് കൂടുതൽ വെള്ളം നനയുന്നത്. അപ്പോൾ ഹോളുള്ള ഭാഗത്ത് കഴിയുന്നത്ര നിങ്ങൾക്ക് വെള്ളം തട്ടിക്കളയാൻ പറ്റുമെന്നുണ്ടെങ്കിൽ തട്ടിക്കളയുക. വേറെ ഒന്നും ചെയ്യരുത്, ജസ്റ്റ് ഒന്ന് തട്ടിക്കളയുക. വെള്ളം പുറത്തോട്ട് കളയാൻ പറ്റുന്നുണ്ടെങ്കിൽ പുറത്തോട്ട് കളയുക. ഒരു കാരണവശാലും നിങ്ങൾ ഫോൺ ചാർജ് ചെയ്യരുത്. ഒരു കാരണവശാലും നിങ്ങളുടെ ഫോൺ ചാർജ് ചെയ്താൽ മെയിനായിട്ട് ശ്രദ്ധിക്കാം. ഫോൺ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ബോർഡ് മൊത്തത്തിൽ ഷോർട്ടായിട്ടും ബോർഡ് കംപ്ലൈൻ്റ് ആകും. ഒരു കാരണവശാലും ചാർജ് ചെയ്യരുത്. ആവുന്നത്ര വെള്ളം വെളിയിലോട്ട് തട്ടി പുറത്ത് കളയാൻ നോക്കുക. വേറൊന്നും തന്നെ ചെയ്യേണ്ടതില്ല. അകത്തോട്ട് ഊതിക്കളയരുത്, പുറത്തോട്ട് തട്ടി തന്നെ കളയാൻ ശ്രമിക്കുക. അതിനുശേഷം എത്രയും പെട്ടെന്ന് ഒരു സർവീസ് സെൻറ്ററിൽ കൊടുത്ത് നിങ്ങളുടെ ഫോണിൻ്റെ ബോർഡും ഡിസ്പ്ലേ മറ്റൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക, സർവീസ് ചെയ്തെടുക്കുക. ഓക്കെ, ഇതാണ് നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. മെയിനായിട്ട് പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത്, ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുക. രണ്ടാമത്, ഫോൺ ഒരിക്കലും നിങ്ങൾ ചാർജ് ചെയ്യാൻ പാടില്ല. ചിലർ ഓണാക്കി ചില ഫോൺ ഓണാവും, ഉപയോഗിക്കും, പക്ഷേ അതിൻ്റെ പ്രോബ്ലം ചിലപ്പോൾ കാണിക്കും. ഈ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് അതിൻ്റെ അകത്ത് കയറി ഇരുന്നിട്ട് പൂപ്പൽ പിടിച്ചിട്ട് ആ പൂപ്പൽ അകത്തോട്ട് കയറിയിട്ട് അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് അകത്തോട്ട് കയറിയിട്ട് ചിലപ്പോൾ 2-3 മാസം കഴിഞ്ഞായിരിക്കും ഫോണിന് മെയിനായിട്ടുള്ള പ്രോബ്ലംസ് കാണിച്ചു തുടങ്ങുന്നത്. പലപ്പോഴും വേറെ എന്തെങ്കിലും പ്രോബ്ലംസ്, അല്ലെങ്കിൽ സ്പീക്കർ വർക്കാവുന്നില്ല, അല്ലെങ്കിൽ ഫോൺ ഇടയ്ക്കിടയ്ക്ക് ഓഫായി പോകുന്നു, അങ്ങനെ ചില പ്രോബ്ലംസ് കൊണ്ട് ഒരു ടെക്നീഷ്യൻ്റെ അടുത്ത് കൊണ്ട് പോകും. ഒരു വെള്ളം നനഞ്ഞിട്ട് ഒരു 3-4 മാസം കഴിഞ്ഞിട്ടായിരിക്കും ചില പ്രോബ്ലംസ് കാണിക്കുന്നത്. ഫോണ് ഓഫായി പോകുന്നതൊക്കെ പറഞ്ഞ് ഒരു ടെക്നീഷ്യൻ്റെ അടുത്ത് കൊണ്ട് പോയി കാണിക്കുമ്പോൾ ടെക്നീഷ്യൻ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോഴത്തേക്കായിരിക്കും അതിൻ്റെ അകത്ത് കൂടുതലും പൂപ്പലും മറ്റൊക്കെ വന്നിട്ട് വെള്ളത്തിൻ്റെ കണ്ടൻറ്റൊക്കെ വന്നിട്ട് ഫോണിൻ്റെ ബോർഡ് മൊത്തത്തിൽ അടിച്ചു പോയിരിക്കുന്നത്. അപ്പോൾ അത് ഒഴിവാക്കുക. ഇപ്പോഴുള്ള ഫോണുകളിലൊക്കെ നല്ല റേറ്റ് ഉള്ളതാണ്. ഒരുപാട് നിങ്ങളുടെ പല ഫയലുകൾ, പല ഡേറ്റാസുകൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ട് പല ഡേറ്റാസുകൾ നിങ്ങളുടെ ഫോണിലുണ്ടാവും. അപ്പോൾ അതൊക്കെ നഷ്ടപ്പെടാതിരിക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും കാരണവശാൽ വെള്ളം നനയുകയാണെങ്കിൽ ഉടനെ ഒരു സർവീസ് സെൻറ്ററിൽ കൊണ്ടുപോയി ഫോണൊന്ന് സർവീസ് ചെയ്ത് അതിൻ്റെ വെള്ളത്തിൻ്റെ കണ്ടൻറ്റുകളൊക്കെ ക്ലീൻ ചെയ്തെടുക്കുക. അതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു മാർഗ്ഗം എന്ന് പറഞ്ഞാൽ. അല്ല നിങ്ങളുടേതായിട്ടുള്ള രീതിയിലൊന്നും ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഒരു ഫോണിൻ്റെ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഫോണിൻ്റെ ബോർഡ് എങ്ങനെ ഷോർട്ട് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതും അതുപോലെ തന്നെ അതിൻ്റെ വെള്ളത്തിൻ്റെ കണ്ടൻറ്റൊക്കെ ക്ലീൻ ചെയ്യുന്നത്, അത് ഫോണിൻ്റെ ബോർഡ് സർവീസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസുകൾ ഞാൻ ഇട്ട് തരാം. നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഇത് വാട്ടർ ഡാമേജ് ആയിട്ട് വന്നൊരു ഫോണാണ്. ഫോൺ ഓണാവുന്നില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്കിതൊന്ന് വിളിച്ച് നോക്കണം എന്താണ് പ്രോബ്ലംസ് എന്നുള്ളത്.
ഓക്കെ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ബൈ.